നമ്മുടെ ഭൂരി മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഭൂരിക്കുള്ള മസാല വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇവിടെ ഒരു 4 സവോള നന്നായി തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു 5 or 6 പച്ചമുളക് എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ കറിവേപ്പില, അല്പം മഞ്ഞൾപ്പൊടി, ഇനി 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ചിട്ടില്ല. നമ്മൾ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വയ്ക്കാവുന്ന ഒരു പൂരി മസാലയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഒരു അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുന്നുണ്ട്. ഇഞ്ചി 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും സവോളയും ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. സവോള നന്നായി വഴണ്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. സവോള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. അത് വേവിച്ചിട്ടില്ല, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി എല്ലാം ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനി കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നിടം വരെ വേവിക്കുക. 2 വിസിൽ വരുമ്പോൾ ഉരുളൻകിഴങ്ങ് നന്നായി വെന്തുടഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇത് വളരെ എളുപ്പമാണ്. ഒരു 5 മിനിറ്റും കൊണ്ട് നമുക്ക് ഈ പൂരി മസാല റെഡിയാക്കാവുന്നതാണ്. വിസിലെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഉടച്ച് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒന്ന് ഉടച്ച് കറി പരുവത്തിന് ആക്കിയെടുക്കണം. കണ്ടില്ലേ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കുക്കറിൽ തന്നെ ഇട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് ഒരുമിച്ചാണ്, സവോളയും ഉരുളക്കിഴങ്ങും എല്ലാം ഒരുമിച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ വയ്ക്കുവാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്.